അകക്കണ്ണിന്റെ വെളിച്ചത്തിൽ നേട്ടങ്ങളുടെ ഉയരത്തിലേക്ക് ആശാലക്ഷ്മി. കാഴ്ച പരിമിതിയെ മറികടന്ന തളിപ്പറമ്പ് നോർത്ത് BRCയുടെ BPC ആയി ആശ. സംസ്ഥാനത്ത് ആദ്യമായി BPC ആകുന്ന കാഴ്ച പരിമിതിയുള്ള വ്യക്തിയെന്ന നേട്ടവും ഇനി ഇവർക്ക് സ്വന്തം. കാഴ്ച പരിമിതിയെ മറികടന്ന വിദ്യാഭ്യാസ രംഗത്ത് മുന്നേറുന്ന ഒരു അധ്യാപികയാണ് പരിചയപ്പെടുത്തുന്നത്. തളിപ്പറമ്പ് നോർത്ത് BRCയിലെ BPC ആശാലക്ഷ്മിയാണ് ആത്മവിശ്വാസം കൊണ്ട് ഈ രംഗത്ത് മുന്നേറുന്ന ആ അധ്യാപിക. പരിമിതികളെ മറന്ന ആത്മവിശ്വാസത്തിന്റെ കരുത്തിൽ നേട്ടങ്ങൾ സ്വന്തമാക്കുകയാണ് അധ്യാപികയായ ആശാലക്ഷ്മി. തളിപ്പറമ്പ് നോർത്ത് BRCയുടെ BPC ആയി ചുമതലയേറ്റപ്പോൾ സംസ്ഥാനത്ത് ആദ്യമായി കാഴ്ച പരിമിതിയുള്ള ഒരു വ്യക്തി ഈ സ്ഥാനത്തെത്തിയെന്ന നേട്ടവും ആശാലക്ഷ്മിയുടെ പേരിനൊപ്പം ചേർന്നു. കാഴ്ചയുടെ പരിമിതികൾക്കപ്പുറം കഴിവും ആത്മവിശ്വാസവും കൈമുതലാക്കി മുന്നേറിയതാണ് ഇവരുടെ ജീവിതം. BPC എന്ന നിലയിലുള്ള ഔദ്യോഗിക ചുമതലകളും ദൈനംദിന പ്രവർത്തനങ്ങളും ഫോണിന്റെയും സാങ്കേതിക വിദ്യയുടെയും സഹായത്തോടെയാണ് ഇവർ കാര്യക്ഷമമായി കൈകാര്യം ചെയ്യുന്നത്. കൊല്ലം സ്വദേശിനിയായ ആശാലക്ഷ്മി വിവാഹശേഷമാണ് കണ്ണൂരിലെത്തിയത്. പുതിയയിടത്തും പുതിയ ഉത്തരവാദിത്വങ്ങളിലും തളരാതെ മുന്നേറാൻ കുടുംബവും സുഹൃത്തുക്കളും സഹപ്രവർത്തകരും നൽകിയ പിന്തുണയാണ് ഏറ്റവും വലിയ കരുത്തെന്ന് ആശാലക്ഷ്മി പറയുന്നു. വീട്ടില് എന്റെ അച്ഛനും അമ്മയും കൊല്ലത്താണ്, കൊല്ലം പരവൂർ ഭൂതക്കുളത്താണ് താമസിക്കുന്നത്. അപ്പൊ അച്ഛനും അമ്മയും ഭയങ്കര സപ്പോർട്ടാണ് ആയിരുന്നു. അപ്പൊ അവരാണ്, അമ്മയാണ് ശരിക്ക് പഠനകാലത്ത് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ വായിച്ചു തരുന്നത്. അന്ന് ഇന്നത്തെ പോലെ സാങ്കേതിക വിദ്യ ഒന്നുമില്ല. അന്ന് വെറും ടേപ്പ് റെക്കോർഡർ മാത്രം യൂസ് ചെയ്തുകൊണ്ട് അപ്പൊ അമ്മ റെക്കോർഡ് ചെയ്ത് തരും. അത് ഞാൻ പിന്നീട് കേട്ട് പഠിക്കുമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സ് നോട്ട്സ് ഒക്കെ അതാത് സമയത്ത് തരികയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നിട്ട് അമ്മ വായിച്ചു തരും. അങ്ങനെ പഠിച്ചു. പിന്നെ ബ്രെയില് ഞാൻ വർക്കല ബ്ലൈൻഡ് സ്കൂളിലാണ് 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ പഠിച്ചത്. അപ്പോൾ അവിടെ നിന്ന് ബ്രെയില് പഠിച്ചു. അപ്പോൾ ബ്രെയില് എഴുതാനും വായിക്കാനും അവിടെ നിന്ന് പഠിച്ചത് കൊണ്ട് തന്നെ ബ്രെയിൽ പുസ്തകങ്ങളുടെ സഹായവും നമ്മുടെ കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിന്റെ പ്രസിൽ നിന്ന് നമുക്ക് കിട്ടുമായിരുന്നു. അതും കൂടി ഉപയോഗപ്പെടുത്തി ഞാൻ പഠിച്ചു. അങ്ങനെയാണ് പഠനകാലം എന്ന് പറയുന്നത്. കാഴ്ചയല്ല, കാഴ്ചപ്പാടാണ് ജീവിതത്തിന്റെ വഴികാട്ടിയെന്ന് തെളിയിക്കുകയാണ് ആശാലക്ഷ്മി. സംസ്ഥാനത്ത് തന്നെ ശ്രദ്ധേയമായ ഉത്തരവാദിത്വത്തിലേക്ക് എത്താൻ കഴിഞ്ഞതിൽ ഏറെ അഭിമാനമുണ്ടെന്നും ഈ നേട്ടം കൂടുതൽ ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോകാനുള്ള പ്രചോദനമാണെന്നും ഇവർ പറയുന്നുണ്ട്. പിന്നെ അധ്യാപന മേഖലയിൽ രംഗത്ത് വന്നത് 2012-ലാണ്. അപ്പോൾ 2012 മുതൽ ഇങ്ങനെ തുടർന്നു പോയിരുന്നു. ആദ്യമേ സ്കൂളിൽ ഇപ്പൊ 4 സ്കൂളുകളിൽ വർക്ക് ചെയ്തു. കൊല്ലം ജില്ലയിലായിരുന്നു വർക്ക് ചെയ്തിട്ടുള്ളത്. കൊല്ലം ജില്ലയിലെ പരവൂർ ഭൂതക്കുളമാണ് എന്റെ സ്വദേശം. അപ്പൊ വർക്ക് ചെയ്തത് 4 സ്കൂളിൽ. ലാസ്റ്റ് ഞാൻ വർക്ക് ചെയ്ത സ്കൂൾ എന്ന് പറഞ്ഞാൽ ഭൂതക്കുളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. ഞാൻ പഠിച്ച സ്കൂൾ തന്നെയായിരുന്നു അത്. അവിടെ നിന്നാണ് എനിക്ക് അവിടെ തന്നെ ജോലിയും കിട്ടി. അപ്പൊ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡെപ്യൂട്ടേഷനിൽ. ഹസ്ബൻഡ് കണ്ണൂരാണ്. അപ്പൊ ഡെപ്യൂട്ടേഷനിൽ BRCയിലേക്ക് അല്ലെങ്കിൽ SSKയിലേക്ക് വരുന്നത്. നമ്മളിപ്പോ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യും, കമ്പ്യൂട്ടർ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. റീഡിങ് നമുക്ക് ടോക്കിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ റീഡ് ചെയ്യുന്നതിന് ഉണ്ട്. നമുക്ക് ഇൻവിഷൻ AI പോലെയുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ട്. നമ്മളെല്ലാ സാധാരണ കാഴ്ചയുള്ള ആളുകൾ ഉപയോഗിക്കുന്ന എല്ലാ ആപ്ലിക്കേഷൻസും നമ്മൾ സാധാരണ ആൻഡ്രോയിഡ് ഫോൺ തന്നെയാണ്. അതിൽ നമ്മുടെ ഈ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മളെല്ലാ ആപ്ലിക്കേഷൻസും ഉപയോഗിക്കാറുണ്ട്. പരിമിതികൾക്ക് മുന്നിൽ പിന്മാറാതെ സ്വന്തം കഴിവിൽ വിശ്വസിച്ച് മുന്നേറിയ ഈ അധ്യാപികയുടെ യാത്ര ഒരുപാട് പേർക്ക് പ്രചോദനമാവുകയാണ്. അകക്കണ്ണിന്റെ വെളിച്ചത്തിൽ അറിവിന്റെ വഴികാട്ടിയായി ആശാലക്ഷ്മി പുതിയ ഉയരങ്ങൾ കീഴടക്കുകയാണ്. ഭർത്താവ് AV രതീഷ് നാടുകാണി കിൻഫ്രയിലാണ് ജോലി ചെയ്യുന്നത്. 4ാം ക്ലാസ്സുകാരായ മകളുമുണ്ട് ഇവർക്ക്. ആത്മവിശ്വാസമുണ്ടെങ്കിൽ നമുക്ക് എന്തും നേടിയെടുക്കാനാവുമെന്നാണ് ഈ അധ്യാപിക തെളിയിക്കുന്നത്. വിമൽ ചെടിച്ചേരിക്കൊപ്പം ഷാരിമ രാജൻ, കണ്ണൂർ വിഷൻ.